ഓം ഗം ഗണപതയേ നമഃ. എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഭദ്രകാളി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ഏതാണെന്ന് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ വഴിപാടുകളാണെന്ന് മനസ്സിലാക്കാനും ഭദ്രകാളിയമ്മയുടെ വഴിപാടുകൾ ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവസരോചിതം പോലെ നിങ്ങൾക്കത് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഭദ്രകാളി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കടുംപായസം ഭദ്രകാളി അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ്. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ കടുംപായസം നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അഥവാ അവരവരുടെ പക്കാ നാൾ വരുന്ന സമയത്ത് മാസത്തിലൊന്ന് വെച്ച് നടത്തുന്നതും വളരെ നന്നായിരിക്കും. രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ നല്ലതാണ്. രക്തപുഷ്പാഞ്ജലി നടത്തുന്ന സമയത്ത് നമ്മൾ രക്തപുഷ്പം, അതായത് തെച്ചിപ്പൂവ്, നല്ല ചുമന്ന കളറിലുള്ള തെച്ചിപ്പൂവ് നമ്മളായിട്ട് കൊണ്ടു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നീട് പൂവൻ കോഴിയെ നടയ്ക്ക് വയ്ക്കൽ, കോഴി നിവേദ്യം, പിന്നെ മഞ്ഞൾ, കുരുമുളക്, തവിട്, ചെമ്പട്ട് എന്നിവ സമർപ്പിക്കുന്നതും വളരെ നന്നായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. തവിട്, ചെമ്പട്ട് എന്നിവ സമർപ്പിക്കൽ, അഭിഷേകം, ചെമ്പരത്തിമാല, തെച്ചിപ്പൂമാല, വേപ്പിലമാല, വാളും ചിലമ്പും സമർപ്പിക്കൽ എന്നിവയൊക്കെ ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേപ്പിലമാല സമർപ്പണത്തെക്കുറിച്ച് പറഞ്ഞു എങ്കിലും വേപ്പിലമാല ദേവിയുടെ രൗദ്രഭാവം ഉള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ വേപ്പിലമാല സ്വീകരിക്കാറുള്ളൂ. അല്ലാതെ ശാന്ത സ്വഭാവത്തിൽ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും വേപ്പിലമാല ദേവിക്ക് സമർപ്പിക്കാറില്ല. പിന്നെ ചെമ്പരത്തിമാല എന്ന് പറയുന്നത് നല്ല ചുമന്ന കളറിലുള്ള ചെമ്പരത്തിപ്പൂമാലയാണ്. അതിപ്പോൾ മിക്ക ക്ഷേത്രങ്ങളിലും സമർപ്പിക്കാൻ അവർ സമ്മതിക്കാറില്ല. കാര്യം വിഗ്രഹത്തിലൊക്കെ ഇങ്ങനെ ചെമ്പരത്തിപ്പൂവ് പറ്റിപ്പിടിച്ചിരിക്കും എന്ന ആ ഒരു കാര്യം കൊണ്ടിട്ട് മിക്ക ക്ഷേത്രങ്ങളിലും ചെമ്പരത്തിപ്പൂവ് സമർപ്പിക്കാൻ അവർ ഇല്ല. എന്നാൽ പൂവ് ഇറുത്ത് കൊണ്ടു കൊടുക്കുന്നത് നന്നായിരിക്കും. എല്ലാ ക്ഷേത്രങ്ങളുടെയും കാര്യമല്ല പറയുന്നത്. ചില ക്ഷേത്രങ്ങളിലെങ്കിലും ചെമ്പരത്തിപ്പൂവ് സ്വീകരിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അതുപോലെ തന്നെ വാളും ചിലമ്പും സമർപ്പിക്കൽ, ഗുരുതി പൊങ്കാല ഇവയൊക്കെ ഭഗവതിയുടെ ഇഷ്ട വഴിപാടുകളാണ്. ഗുരുതി പൊങ്കാല എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഗുരുതി പൊങ്കാല എന്നിവയൊക്കെ ഭഗവതിയുടെ ഇഷ്ട വഴിപാടുകളാണ്. ഭദ്രകാളി സന്നിധിയിലെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഗുരുതി വഴിപാടാണ്. ഗുരുതി വഴിപാട് പൊതുവെ കുറച്ച് പണച്ചിലവ് കൂടുതലുള്ള ഒരു വഴിപാടാണ്. അപ്പോൾ ആ ഒരു വഴിപാട് തന്നെ നമുക്ക് വളരെ ചിലവ് ചുരുക്കിയും ചെയ്യാൻ പറ്റുന്നതാണ്. അതേക്കുറിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ മേൽശാന്തിയോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്നതാണ്. പിന്നെ പൊതുവെ ഇതൊരു രഹസ്യ പൂജയാണ്. പ്രധാനമായും പൂവൻകോഴി അല്ലെങ്കിൽ കുമ്പളങ്ങ തുടങ്ങിയവയാണ് ഇത്തരത്തിൽ ഗുരുതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് കോഴിക്ക് പകരം കുമ്പളങ്ങ ഉപയോഗിക്കുന്ന ആചാരമാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതായത് കോഴിബലിയൊക്കെ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും അങ്ങനെ കോഴിബലിയൊന്നും നടത്താറില്ല. പകരം കുമ്പളങ്ങ മുറിപ്പാണ് ചെയ്യാറുള്ളത്. പിന്നീട് എടുത്ത് പറയത്തക്ക ഒരു കാര്യമെന്ന് വെച്ചാൽ കളമെഴുത്തും പാട്ടുമാണ് ദേവിയുടെ ഇഷ്ടപ്പെട്ട മറ്റൊരു വഴിപാട്. ഇതും അത്യാവശ്യം പണച്ചിലവൊക്കെ ഏറിയ ഒരു വഴിപാടാണ്. പിന്നെ പൊങ്കാല, മുടിയേറ്റ്, പറണേറ്റ്, കെട്ടുകാഴ്ച, തോറ്റംപാട്ട്, മാലപ്പുറം പാട്ട്, തെയ്യം, കോമരം തുള്ളൽ തുടങ്ങിയ കേരളീയ അനുഷ്ഠാനങ്ങൾ ഭദ്രകാളിയുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട് എന്നതാണ്
വാസ്തവം. പിന്നീട് എടുത്ത് പറയത്തക്ക ഒരു കാര്യമാണെങ്കിൽ, നമ്മൾ ഭദ്രകാളി അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളത് വെള്ളിയാഴ്ച ദിവസം തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച ദിവസം ചെയ്യുന്നതും കുഴപ്പമില്ല, ഉത്തമമാണ്. പക്ഷേ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച തന്നെയാണ്. പിന്നെ ചുമന്ന പട്ട് സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ചുമന്ന പട്ട് മേടിച്ചിട്ട് ആ ചുമന്ന പട്ടിൽ തന്നെ നമ്മൾ പിച്ചിപ്പൂ മാലയോ മുല്ലമാലയോ ചേർത്ത് സമർപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഭദ്രകാളി അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വഴിപാട് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ഭദ്രകാളി അമ്മയ്ക്ക് നമ്മൾ എപ്പോഴും നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പറ്റുന്ന സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരുപാട് പണമൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചുമന്ന പുഷ്പങ്ങൾ തന്നെ വളരെ ധാരാളമായിരിക്കും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ. ചുമന്ന പുഷ്പങ്ങൾ, അത് അരളിയാകാം, തെച്ചിയാവാം, ചെമ്പരത്തി ആകാം, അങ്ങനെ ഏത് പുഷ്പമായാൽ പോലും പൂജയ്ക്കെടുക്കുന്ന പുഷ്പമാവണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ നിർബന്ധമുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുമ്പോൾ വഴിപാടുകൾ ഏതൊക്കെ ചെയ്യണം ഭദ്രകാളിക്ക് എന്ന് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ ഇതേക്കുറിച്ചൊന്നും അറിവില്ലാത്ത ആളുകൾക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും എന്ന് കരുതട്ടെ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്തേ.